നാലാമത്തതോ നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഇസ്മുഹു സഈർ. സഈർ എന്നാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര്. ഈ സഈർ എന്ന് പറയുന്ന കവാടത്തിൽ കടന്നു പോകുന്നത് ഒരു വിഭാഗമല്ല, ഖുർആൻ പറയുന്നത് രണ്ട് വിഭാഗമാണ്. സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ നാലാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് രണ്ട് വിഭാഗമാണ്. അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ വഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബി സഈർ വയഹ്ദീഹി ഇലാ അദാബി സഈർ. സഈർ എന്ന നാലാമത്തെ കവാടത്തിൽ കടന്നു പോകുന്ന വിഭാഗം ഒന്നാമത്തെ വിഭാഗം ആരാണ്? പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നവരാണ്. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആര് പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നുവോ വഅന്നഹു യുദില്ലുഹു, അവനവരെ വഴിപിഴപ്പിക്കുന്നതാണ്. മാത്രമല്ല വയഹ്ദീഹി ഇലാ അദാബി സഈർ, ആളി കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്, സഈറിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്. പിശാചിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസിന്റെ ഉപദ്രവം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ പള്ളിക്കകത്തും പുറത്തും നാട്ടിലും നാട്ടിനകത്തും വീട്ടിനകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാച് വിശ്വാസികളുടെ സന്തത സഹചാരിയായി മാറുന്നത് കൊണ്ടാണ്. ഒന്നാമത് പിശാച് എപ്പോഴാണ് കടന്നു വരുന്നത്? ഭാര്യ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ഇടപെടൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാച് ഓടി ഒളിക്കുന്നതാണ്. രണ്ടാമതെപ്പോഴാണ് പിശാച് ഓടി ഒളിക്കുന്നത്? ഒരു കുഞ്ഞു പിറന്നു വീണാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം 10 പിശാച് പിറന്നു വീടുമെന്നാണ്. ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഉപ്പയോ കുഞ്ഞുമാർ ഏറ്റവും വേണ്ടപ്പെട്ടവരോ വന്ന് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്ക് വിളിച്ചു കൊടുക്കുമ്പോ പിശാച് ഓടി ഒളിക്കുമെന്നാണ്. എന്നിട്ട് ആ പിശാച് ജീവിതത്തിൽ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമെന്നാണ്. ആദ്യം മുതൽ തന്നെ പിശാച് നടത്തി മനുഷ്യപിതാവായ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ സംഭവം നല്ലതുപോലെ അറിയാം. നാഗപതിയില്ലാതെ നബീനെന്ന പടച്ചാണ്, ഏകപഴം തിന്നരുതെന്നറിയോനറിയിച്ചാണ്. അന്നേ പീറകെ മല്ലൂനവിടന്ന് ചതിച്ചാണ്. വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത്, കണ്ണിലുള്ള കനീവൊക്കെയിലും മികജാതിയാണ്. ഇതിനാദരയുമയാദരാൽ മടിക്കാതെ എന്നുമേ പാടി അമ്മുശീല്ലവരാടി ചെന്നുപഴം പറിച്ചോടി വന്നു മുറിച്ചത് കൂടി ചിന്നവ സങ്കല സങ്കര് ചുങ്കിയും ചങ്കയിളങ്ങി വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റലകത്തിന് കത്തനമായി തിരുമിത്തരുമത്തിരിമുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആറം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കുകൾ മുക്കിയ മക്കനകർക്കതിരിക്ക ഹബീബുള്ള. എത്ര നാളായി ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടല്ലേ? ഇന്നെല്ലാം കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ നീ കൊഞ്ചിക്കളിക്കല്ലേ പെണ്ണെ റാത്തീവിലിങ്ങനെ ആടണക്കാണ്. ഇതൊക്കെ കേട്ട് കേട്ട് ഉപ്പാപ്പാര് വരെ ഇശാംസ്കാരം കളഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാൻ പോവാ. പെട്രോമാന്റെ മെസ്സേജ് ഓടി പോവില്ല, ഓടുക. അതാണ് ഏറ്റവും നല്ല മൊഞ്ചുള്ള പാട്ടെന്ന്. ഇത് ബോയിൻകുട്ടി വൈദ്യർ എഴുതിയത് വെറുതെ അല്ല. ഇതിന്റെ 4 വരികളിലൂടെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. ആലോചിച്ച് നോക്കി. അല്ല വെറുതെ കത്തിരി മുത്തിരി എന്ന് പറഞ്ഞതല്ല. ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാനുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പിശാച് ഒന്നാമത്തെ ശ്രമം നടത്തിയില്ലേ? അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? വിശദീകരിക്കുന്നില്ല. അവിടെ മുതൽ ഇബ്ലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാചകന്മാരുടെയും
സകല സഹാബത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാച് നരകവുമായി. അവർക്ക് നരകം കൊടുക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും പിന്നാലെ പിശാച് നടന്നില്ലേ? ഇന്ന് നമ്മോടൊപ്പവുമില്ലേ? നമ്മോടൊപ്പവുമുണ്ട്. 17കാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും റഹ്മാന്റെ രൂപത്തിലുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, പിശാച് പല രൂപത്തിലും കോലത്തിലും വന്ന് മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിന്റെ തീക്കനൽ കോരിയിട്ടുകൊണ്ടിരിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹുവിനോട് എപ്പോഴും കാവല് തേടണം. എന്നാലും പാടാണ്. ഒരു ദിവസം ഒരാള് രാവിലെ 100 പ്രാവശ്യം, രാത്രി 100 പ്രാവശ്യം. രാവിലെ 100, രാത്രി 100, 2 പ്രാവശ്യവും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കുക.